ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. നമ്മളിവിടെ ബാംഗ്ലൂരിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് നന്ദി ഹിൽസ്. അപ്പോൾ ഇന്നത്തെ യാത്ര അങ്ങോട്ടാണ്. നമ്മളിത് പുലർച്ചെ 4:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 6:30 മാക്സിമം അവിടെ എത്തണം കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് എയർപോർട്ടിൻ്റെ അടുത്തൂടെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് എയറോപ്ലെയിൻ വന്ന് പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ലേ. അതേ നല്ല കാഴ്ചകളാണ്, പോകുന്ന വഴി നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതേ അത്രയും തിരക്കാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് കാല് കുത്താൻ സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതേ പാർക്ക് ചെയ്യാൻ പോലും നമുക്ക് ഒരു സ്ഥലം പോലും ഇല്ല. എന്നാലും നമ്മൾ പാർക്ക് ചെയ്തു കേട്ടോ. ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ്. അവിടെ ടിക്കറ്റ് എടുത്തു. ഈ നമ്മൾ മേലേക്ക് കയറി പോകുന്ന ഭാഗത്തുള്ള വിഷ്വൽസ് ആട്ടോ. വണ്ടി നോക്കി അത്രയും വണ്ടികളുണ്ട്. ഇത് നമ്മൾ മെയിൻ സ്ഥലമാണ്, റെസ്റ്റിംഗ് പ്ലേസ് എന്നാണ് സ്ഥലം. പക്ഷേ ഇവിടെയാണ് കാഴ്ചകൾ കാണാനുള്ളത് കേട്ടോ. പക്ഷേ ഇന്ന് കുറച്ച് വിഷമിച്ചിട്ടാണ് നമ്മൾ കയറിയത്. കാരണം യൂട്യൂബിലൊക്കെ കാണുന്ന പോലെയുള്ള വീഡിയോസ് ഒന്നും നമുക്ക് ഇവിടെ കാണാൻ പറ്റിയില്ല കേട്ടോ. കാരണം അത്രയും തിരക്കായതുകൊണ്ട് തന്നെ കോടയൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ മേലേക്ക് കയറിയത്. എന്നാൽ പോലും നമുക്ക് അത്രയും കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. ശരിക്കും ഒരു 10 മണി കഴിഞ്ഞാലും സൂര്യൻ അവിടെ ഉദിക്കുന്നത് നമുക്ക് കാണാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ 7 മണിയായപ്പോൾ തന്നെ സൂര്യനൊക്കെ ഉദിച്ച് അങ്ങ് മേലെ കയറിയതുകൊണ്ട് തന്നെ വെയിലുകൊണ്ട് അങ്ങ് കാല് കുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതേ ആളുകളൊക്കെ എല്ലാവരും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുകയാണ്. പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. കണ്ടോ, സൂര്യൻ്റെ വെളിച്ചമൊക്കെ ആയിട്ട് അടിപൊളിയാണ് കാണാൻ. താഴത്തോട്ട് നമുക്ക് അങ്ങനെ കാണുന്നൊന്നുമില്ല കോട മൂടിയിട്ട്. എന്നാലും നമ്മൾ വിചാരിച്ച വിഷ്വൽ ഇതല്ലാത്തതുകൊണ്ട് കുറച്ച് വിഷമമൊക്കെ തോന്നിട്ടോ. എന്നാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കണ്ടാലോ. ഇത് അവിടെയുള്ള ഫുഡ് ഷോപ്പുകളാണ് കേട്ടോ. നമുക്ക് ഒത്തിരി ഫുഡ് ഷോപ്പുകളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ നമുക്ക് പോകാനുള്ളത് കുറച്ച് നടക്കാനൊക്കെ ഉള്ള ഏരിയകളുണ്ട് അവിടെ. അതായത് നെഹ്റു നിലയത്തിൻ്റെ ബാക്കിലേക്കാണ് കേട്ടോ നമ്മൾ ആ കയറി ചെല്ലുന്നത്. ഒരുപാട് ഗാർഡനും ഒരുപാട് വിഷ്വൽസ് ഉണ്ട് ഇവിടെ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ നേരെ നടക്കണം. ഇതിനിങ്ങനെ റൗണ്ട് അടിച്ച് നമുക്കിത് മുഴുവനും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതേ നടത്തം ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ പുറകിൽ പോകുന്നവരൊക്കെ ഇത് കുഴങ്ങി കണ്ടു പോകുന്നവരാണ് കേട്ടോ. അപ്പോൾ ഇത് നെഹ്റു നിലയത്തിൻ്റെ ഒരു സൈഡ് ഭാഗമാണ് ഇതുള്ളത്. ആ സ്റ്റെപ്പൊക്കെ കണ്ടില്ല, അത്രയും അവർ ഗാർഡൻ കൊണ്ട് ഇത് ഫുൾ അലങ്കരിച്ചിട്ടുണ്ട്. ഇത് നെഹ്റു നിലയത്തിൻ്റെ ഒരു ഫ്രണ്ട് പോർഷനാണ് കേട്ടോ. നമുക്ക് പെർമിഷൻ ഇല്ലാതെ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാനൊന്നും പറ്റത്തില്ല. പെർമിഷനൊന്നും ഞങ്ങൾ എടുത്തില്ല കേട്ടോ. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കണ്ടാൽ പോരല്ല അത്. അങ്ങനെ ഞങ്ങളത് കണ്ടൊക്കെ ഇറങ്ങി. പിന്നെ നമ്മളിത് ഫുഡാണല്ലോ മെയിൻ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ആ ഫുഡ് ഷോപ്പിൽ കയറിയിട്ടുണ്ട്. 3 മസാല ദോശ നമ്മൾ ഓർഡർ ചെയ്തു കേട്ടോ. അത് വെയിറ്റ് ചെയ്തിരിക്കുന്നിടത്താണ് ഈ കാണുന്നത്. ഭയങ്കര വിശപ്പായിരുന്നേ. അതപ്പോൾ നമുക്ക് മസാല ദോശയൊക്കെ വന്നു, നമ്മൾ കഴിച്ചു. അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ അത് മസാല കൊള്ളൂലായിരുന്നു കേട്ടോ. ദോശ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ പോരാൻ നേരം വീണ്ടും നമ്മൾ ആ റെസ്റ്റിംഗ് പ്ലേസിലേക്ക് പോയപ്പോൾ കണ്ട കാഴ്ച ഇതാണ് കേട്ടോ. നമ്മൾ കുറച്ച് വിഷമിച്ച് പോയതുകൊണ്ടാണ് തോന്നുന്നു. എന്തായാലും അടിപൊളി കാഴ്ചകൾ കാണാൻ പറ്റും. ഇതേപോലെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതായത് നമ്മൾ എയർപ്ലെയിനിലൊക്കെ പോകുമ്പോൾ നമുക്ക് താഴെ മേഘങ്ങൾ നിൽക്കുന്ന കാണാൻ പറ്റില്ല. അതേപോലെയാണ് ഈ ഒരു കാഴ്ച കാണാൻ. അത് കുറച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റിട്ടോ. കുറേയൊന്നും കാണാൻ പറ്റില്ല. നമുക്ക് അടിവകൊക്കെ കാണുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. വന്നപ്പോൾ നമുക്ക് ഇത്രയെങ്കിലും കാണാൻ പറ്റിയല്ലോ. മുൻപേ നമ്മൾ വന്ന സമയത്ത് നല്ല കാഴ്ചകൾ കാണാൻ പറ്റുന്നു കേട്ടോ. ഇപ്രാവശ്യം ശരിക്കും സൺഡേ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത്. അങ്ങനെ കോടയൊന്നും അങ്ങനെ വന്ന് നിന്നിട്ടില്ല. എന്നാലും നമുക്ക് ഇത്രയെങ്കിലും കാണാൻ പറ്റിയല്ലോ അല്ലേ. അതിന് ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് താഴേക്ക് നമ്മൾ ഇറങ്ങി വരുമ്പോഴാണ് 2 അമ്പലം കാണുന്നുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ തൊഴുതു. പിന്നെ നമ്മളിത് പോകുമ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു പാർക്ക് പോലെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഒത്തിരി മരങ്ങളുടെ ഇടയിൽ കൂടെ ഇതേപോലെ ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ ഉള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്. അതിന് മേലെ കയറുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ നമ്മൾ അവിടുന്ന് താഴേക്ക് ഇറങ്ങി ഇതേ പോരുന്നുണ്ട്. ശരിക്കും അവിടേക്ക് ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് പൈസ കൊടുക്കുകയാണെങ്കിൽ അതിനൊരു ഫീ ഉണ്ട് അവർക്ക്. ആ പൈസ കൊടുത്ത് നമുക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ഒരു മേലെ നമ്മൾ കൊണ്ടുവന്നാക്കി തരും. അതുപോലെ തന്നെ താഴേക്കും കൊണ്ടുവന്ന് ഇറക്കി തരും കേട്ടോ. പക്ഷെ നമ്മൾ നടന്നു കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോവാമല്ലോ. താഴേക്ക് ഇറങ്ങിയപ്പോൾ ഉള്ള കാഴ്ച കേട്ടോ. കുറച്ച് വണ്ടികളൊക്കെ എടുത്തിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്നൊക്കെ നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ വീട്ടിലേക്ക് പോകുകയാണ്. പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ് കേട്ടോ ഇത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്ന് അടുത്ത വീഡിയോ ആയിട്ട് ഇതാണ് കേട്ടോ. അപ്പോൾ ബായ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണേ. കൂടാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് കൊടുക്കാൻ മറക്കരുതേ.